പ്രായമുള്ള ഒരു മനുഷ്യ മനസ്സിൽ പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണ്, അല്ലേ? എന്നാൽ പ്രണയത്തെ അറിയാൻ ആഗ്രഹമുള്ളവരും അതിനായി ഇണയെ തേടുന്നവരും പ്രണയത്തെ ഇഷ്ടപ്പെടുന്നവരും അതിൻ്റെ മറ്റൊരു വശം കൂടി അറിഞ്ഞിരിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ വകുതിരിവോടെ ഇണയെ തിരഞ്ഞെടുത്താൽ നല്ലത്. കാരണം ഒരു നാൾ ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറേണ്ടി വരുമ്പോൾ ചിലർ മനസ്സിനും ശരീരത്തിനും അസുഖകരമായ ഒരവസ്ഥയിലൂടെ പോകാൻ സാധ്യതയുണ്ട്. ലവ് ബ്രേക്കപ്പ് കൊണ്ടുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് ആണവ. അവയിൽ ചിലത് നോക്കൂ. വൈകാരികപരമായ ലക്ഷണങ്ങൾ: ദുഃഖം അനുഭവപ്പെടാം, ഒരു ശൂന്യത പോലെ, പ്രതീക്ഷ കൈവിട്ടൊരവസ്ഥ, യുക്തിരഹിതമായ ചിന്തകൾ കടന്നുവരിക, ചില ആളുകളിൽ ഉത്കണ്ഠയും പാനിക് അറ്റാക്കും സംഭവിക്കാം, പാർട്ട്ണറെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക, അസ്വസ്ഥതകൾ, ദേഷ്യവും നിരാശയും അസ്ഥിരമായ അവസ്ഥയിലൂടെ കടന്നു പോകാം, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോവുക. ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ പനി, തലവേദന, വിറയൽ, ഉദരരോഗങ്ങൾ, പേശിവേദന, ബലഹീനത, ഛർദി, ഓക്കാനം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ തുടങ്ങിയവയും കാണാം. പിന്നെ പെരുമാറ്റപരമായി തൻ്റെ പ്രവൃത്തികളിൽ താല്പര്യക്കുറവ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുന്നൊരു അവസ്ഥ. ഈ അവസ്ഥയിലൂടെ ഇപ്പോൾ ജീവിക്കുന്നവർ ഇതിനെ മറികടക്കുവാൻ സ്വയം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണ് ഉള്ളത്. അതായത് പോസിറ്റീവ് മനോഭാവത്തോടെ നിങ്ങൾ നിങ്ങളെ സ്വയം അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും പഠിക്കുക. തൻ്റെ ശക്തിയും കഴിവുകളും ബലഹീനതയും, അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും പോരായ്മകളെയും തിരിച്ചറിയാൻ ശ്രമിക്കണം. അവനവനോട് തന്നെ ദയയും വിവേകവും പുലർത്തണം. നേരിടാനുള്ള തന്ത്രങ്ങളും സ്വയം പരിചരണം. നിങ്ങൾ സെൽഫ് കെയർ പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണമായി ഹെൽത്തി ആയുള്ള ഭക്ഷണം ഉണ്ടാക്കുകയോ കഴിക്കുകയോ ചെയ്യുക. ഉറക്കത്തിൽ കൃത്യനിഷ്ഠത കൊണ്ടുവരിക. പിന്നെ തൻ്റെ ഹോബികൾ അത് ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ഊർജത്തെ നശിപ്പിക്കുന്ന ബന്ധങ്ങളോട് നോ എന്ന് പറയാൻ ശീലിക്കുക. സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ തിരിച്ചറിയുക. ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും വളർത്തിയെടുക്കുക. പ്രസൻറ്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അതായത് ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിമിഷത്തെ സ്വീകരിക്കുവാൻ ശ്രമിക്കുക. ഇതിനായി വിനാശകരമായ ശീലങ്ങൾക്ക് പകരം വ്യായാമം, മെഡിറ്റേഷൻ പോലെ പോസിറ്റീവ് ഔട്ട്ലെറ്റുകൾ നൽകുന്ന പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് നിങ്ങളുടെ തന്നെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നിരീക്ഷിക്കണം. ഇങ്ങനെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ബോധപൂർവം മനസ്സിലാക്കാനുള്ള ഒരു അവബോധം സ്വയം വളർത്തിയെടുക്കണം. സ്വന്തം മൂല്യവും ആരോഗ്യപരമായ ബന്ധത്തിൻ്റെ അർഹതയും തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തിപരമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഭാവിയിലേക്ക് നീങ്ങണം. ഓർക്കുക, ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടാണ് ഇവയെ നേരിടുന്നത്. അതിനാൽ ചില ആളുകൾ ഈ അവസ്ഥയെ പെട്ടെന്ന് മറികടക്കാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർ ഈ അവസ്ഥയിൽ അകപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ, സ്വയം റീകവർ ചെയ്യാൻ കഴിയാത്തവർ തീർച്ചയായും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സഹായം തേടേണ്ടതാണ്.